हेलो नमस्कार दोस्तों, कैसे हैं आप लोग। देखिए, अभी हिंदी भाषा में बहुत सारे शब्दें हमें जानते हैं, लेकिन ये इम्पोर्टेंट हम अभी सिखाने वाला हैं आपको. നമുക്ക് ഹിന്ദിയിൽ ധാരാളം വാക്കുകൾ നമുക്കറിയാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു എന്താണ് നമ്മൾ എപ്പോഴും നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കളക്ഷൻ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു 10 വീഡിയോ നമുക്കിങ്ങനെ തുടർന്ന് നോക്കിയാലോ. തുടരുന്നവരെ പോകട്ടോ, എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന അല്ലാത്ത കൂടുതൽ നല്ല വാക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളെപ്പോഴും സംസാര ഭാഷയിൽ ആവശ്യമായി വരുന്ന പദങ്ങളെ, വാക്കുകളെ, അതിന് ഹിന്ദിയിൽ ശബ്ദേ എന്ന് പറയും. ശബ്ദ് എന്നാണ് വൊക്കാബുലറിക്ക് പറയുക. ശബ്ദേ ഹം സീഖ് രഹേ ഹേ. ആ ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ആ പദങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. നമ്മൾ ആദ്യമായി നമുക്ക് പറയാം, നമ്മൾ സാധാരണ പറയാം പൗഞ്ചന. ഇത് നമുക്കറിയാം, ഇതിലൊക്കെ നമ്മൾ അറിയാതിരിക്കാം, പക്ഷേ ഇത് 1 മുതൽ 10 അങ്ങനെ 50 വാക്കുകൾ നിങ്ങൾ പഠിക്കും. അത് നിങ്ങൾക്കൊരു കളക്ഷനായി മാറും. ഓക്കെ, പൗഞ്ചന. പൗഞ്ചന എത്തിച്ചേരുക എന്നാണ്. അപ്പോൾ പറയാം കബ് പൗഞ്ചേങ്കെ ഹം, നമ്മൾ എപ്പോഴാണ് എത്തുക എന്നിങ്ങനെ. പൗഞ്ച് ഗയാ ഹേ, ഹം ലോഗ് പൗഞ്ച് ഗയാ, നമ്മളിതാ എത്തിച്ചേർന്നല്ലോ എന്ന് പറയാം. അപ്പം പൗഞ്ചന എത്തിച്ചേരുക എന്നുള്ള ഒന്നാമത്തെ വാക്കാണ്. അതുപോലെ തന്നെ പുകാർന. പുകാർന വിളിക്കുക. ആ ഭായി പുകാറോ യാർ, ഉസ്കോ പുകാറോ, അവനെ വിളിക്കൂ. അതായത് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നതിനാണ് പുകാർന എന്ന് പറയാം. രണ്ടാമത് സാധാരണ വിളിക്കുന്നതിന് ബുലാന എന്ന് പറയും. ബുലാന. അപ്പം പുകാർന, ബുലാന എന്ന് പറയും. ഓക്കെ, അപ്പം 3 നമ്മളിപ്പോൾ പഠിച്ചു. മറ്റൊന്ന് നമ്മൾ ബജ്ന. നമ്മൾ പറയും ബജ് ഗയ എന്ന് പറയും. ബജ് ഗയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാ. ബജ്ന എന്ന് പറയും, പക്ഷേ അതിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് പറയാം ബജ് ഗയ. അഭി ബച്ച് ഗയ. ബച്ച് ഗയ, ജാ അല്ല ഛാണ്. ബച്ച് ഗയ ഹിന്ദിയിൽ എഴുതുമ്പോൾ ഛ എന്ന അർത്ഥത്തിൽ എഴുതണം. ബച്ച് ഗയ, രക്ഷപ്പെട്ടു പോയി. ഓക്കെ, വേറൊന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയാൻ എന്താണ് ബച്ചായ. ഓ ബച്ചായ നീയേ, ക്യാ ബച്ചായക. ബച്ചായ എന്ന രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പൊ ബച്ച് ഗയ എന്ന രക്ഷപ്പെട്ടു, ബച്ചായ രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പൊ 5 ആയോ നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, നമുക്കൊന്നും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാം. ബനാന. ബനാന നിർമ്മിക്കുക. ബനാന നിർമ്മിക്കുക, അതായത് ഒരു സാധനത്തെ. ഇപ്പോൾ ഖാന ബനാന, ഘർ ബനാന. ആജ്കൽ ഘർ ബനാന ബഹുത് കോസ്റ്റ്ലി ഹേ, ബഹുത് മെഹങ്കാ ഹേ. ഇന്നൊക്കെ അവർ വീടുണ്ടാക്കുന്നത് വലിയ വലിയ സാമ്പത്തിക ചെലവുള്ളതാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ നിങ്ങൾ പഠിക്കുക. അത് വെച്ചുകൊണ്ട് ധാരാളം മറ്റു വാക്കുകളെയും മറ്റ് ആശയങ്ങളെയും നിങ്ങൾ ഉണ്ടാക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും ഇതിനോടനുബന്ധിച്ചുള്ള വാക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദ്, ബഹുത് ശുക്രിയ.